ഗുഡ് മോർണിംഗ്. ഭൗതിക പ്രപഞ്ചം അല്ലെങ്കിൽ ദ ഫിസിക്കൽ യൂണിവേഴ്സ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം ദ വേൾഡ് അക്കോർഡിംഗ് ടു ഫിസിക്സ്, ഫിസിക്സ് അനുസരിച്ച് നമ്മുടെ ലോകം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ടുള്ളൊരു ഓവർവ്യൂ, ലളിതമായിട്ടുള്ളൊരു ഓവർവ്യൂ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധം എന്താണെന്നും കൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോകത്ത്, ഇത് ഡെമോക്രിറ്റസിൻ്റെ ഒരു പോർട്രേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലോകത്ത് ഫിസിക്സ് അനുസരിച്ച് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളിന്ന് കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദീസ് ആർ മെയ്ഡ് ബൈ എ ഫ്യൂ പാർട്ടിക്കിൾസ് ഇൻറ്ററാക്ടിങ് വിത്ത് വൺ അനദർ ത്രൂ എ ഫ്യൂ ഫോഴ്സസ്. ഇപ്പോൾ നമ്മുടെ ചിന്തയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കതായിട്ട് എടുക്കാം. അതായത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചില കണികകൾ കൊണ്ടാണ്, ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. മാത്രമല്ല ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ചില ഇന്ററാക്ഷൻസും കൂടെ ഉണ്ട്. ഇന്ററാക്ഷൻ എന്നുള്ളത് നമ്മൾ ജനറലായിട്ട് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സസ്, നമുക്കിന്ന് അറിയാവുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സസ്, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സസ് 4 എണ്ണമാണ്. ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, അതുപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. അപ്പോൾ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള പിക്ചർ ഇത് തന്നെയാണ്. We have got so many particles interacting with each other through these 4 forces, and all that we see around us are coming from this. നമുക്ക് ഗ്രാവിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കഥയാണ് ന്യൂട്ടനും ആപ്പിളും. അപ്പം ന്യൂട്ടൻ കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട കാര്യം, ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ വീഴുമ്പോൾ അത് ഭൂമിയിലേക്ക് എത്തുന്നതും അതേപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതും എല്ലാം ഒരേ ഒരു ഫോഴ്സിന്റെ സ്വാധീനത്തിലാണ്. ഇതിനാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഈ 2 ഓബ്ജക്ട്സ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ദ്രവ്യമാനത്തിന്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലാണ്, മാസിന്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലാണ്. അതുപോലെ അതിന്റെ ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. Gmm/r² എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ തിയറി, ന്യൂട്ടൺസ് ഗ്രാവിറ്റി എന്ന് പറയുന്ന തിയറി വളരെ അക്യുറേറ്റ് ആയിരുന്നു. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ, ഈ എലിപ്റ്റിക്കലായിട്ടുള്ള ട്രജക്ടറീസ് ആണ്, ഇതെല്ലാം നിർണ്ണയിക്കാൻ ന്യൂട്ടന്റെ നിയമം പര്യാപ്തമായിരുന്നു. അതുകൊണ്ട് ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് ആപ്പിളുകൾ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതും എല്ലാം ഒരേ നിയമം അനുസരിച്ചാണ് എന്നുള്ളതാണ്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചില കാര്യങ്ങളിൽ ന്യൂട്ടന്റെ പ്രൊഡിക്ഷന് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ ഗ്രാവിറ്റിയുടെ പ്രൊഡിക്ഷൻസിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം, നമ്മൾ ഈ മെർക്കുറിയുടെ സഞ്ചാരപഥം നോക്കുകയാണെങ്കിൽ, ബുധൻ എന്നുള്ള ഗ്രഹത്തിന്റെ സഞ്ചാരപഥം നോക്കുകയാണെങ്കിൽ അത് ന്യൂട്ടന്റെ ഇക്വേഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന എക്സാക്ട് രീതിയിലല്ല പെരുമാറുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് അതിനെ പെരിഹീലിയൻ ഷിഫ്റ്റ് ഓഫ് മെർക്കുറി എന്ന് പറയും. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റ്, ഈ സഞ്ചാരപഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റിനാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഈ പെരിഹീലിയൻ അല്പാൽപമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പെരിഹീലിയന്റെ പൊസിഷൻ അല്പാൽപമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ന്യൂട്ടന്റെ തിയറി പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെയല്ല ബുധൻ അല്ലെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം മാത്രം പെരുമാറുന്നത്. ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്പൻസി വരികയാണ്. ഇത് ഫിക്സ് ചെയ്യാൻ പല തരത്തിലും ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലർ കരുതി നമ്മൾ ഇതുവരെ കാണാത്ത ഏതൊരു ഗ്രഹം അതിൻ്റെ അടുത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പെർട്ടർബേഷൻ കാരണമാണ് ഇതിങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാമാണ് കരുതുന്നത്. പക്ഷേ ഈ കറക്ഷൻ എന്ന് പറയുന്നത്, ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അത് 100 വർഷത്തിൽ എത്രയോ വളരെ ചെറിയ ആർക്ക് സെക്കൻഡ്സ് എന്നിങ്ങനെ വളരെ ചെറുതായിരുന്നു. ബട്ട് ഇറ്റ് കുഡ് ബി മെഷേർഡ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഐൻസ്റ്റൈൻ തന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് വരുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുന്നോട്ട് വരുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം, ന്യൂട്ടന്റെ തിയറിക്ക് ബുധന്റെ സഞ്ചാരപഥം കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നില്ല, വേറെ ചില തിയററ്റിക്കൽ കാരണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായിട്ട് ന്യൂട്ടന്റെ ഗ്രാവിറ്റി കൺസിസ്റ്റന്റ് അല്ല എന്ന് കാണുകയും തിയററ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളിൽ നിന്ന് അദ്ദേഹം വേറൊരു ഗ്രാവിറ്റിയുടെ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിനാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആദ്യത്തെ വളരെ കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് ബുധന്റെ സഞ്ചാരപഥം നമ്മൾ നിർണ്ണയിക്കുകയാണെങ്കിൽ കൃത്യമായും ഡേറ്റയിൽ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെയാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്ര നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പൊതുവെ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലാണ്, ഐൻസ്റ്റൈൻ ന്യൂട്ടനെ തെറ്റാണെന്ന് തെളിയിച്ചു, ന്യൂട്ടന്റെ തിയറി തെറ്റാണെന്ന് ഐൻസ്റ്റൈൻ തെളിയിച്ചു എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ ഇത് ഐൻസ്റ്റൈൻ്റെ തിയറിക്ക്
ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒബ്സർവേഷണൽ ആയിട്ടുള്ള എവിഡൻസ് വന്നപ്പോൾ എനിക്ക് കൃത്യം എൻ്റെ ഇത് ഓർമ്മയില്ല, പക്ഷേ ഒരു മാഗസിൻ അന്ന് വലിയ കാര്യമായിരുന്നു. കാരണം ഐൻസ്റ്റൈൻ ജർമ്മൻകാരനായിരുന്നു, ന്യൂട്ടൺ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു. ഇവർ തമ്മിൽ ഈ ഒന്നാം ലോക മഹായുദ്ധകാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലത്ത് ഇത് ഈ നാഷണലിസം ഇതെല്ലാമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു എന്താണ് വാർത്ത വന്നത്, ഐൻസ്റ്റൈൻ ന്യൂട്ടനെ തെറ്റാണെന്ന് തെളിയിച്ചു എന്നുള്ള രീതിയിലാണ്. ന്യൂട്ടന്റെ ചിത്രം തലകീഴായി വെച്ചുകൊണ്ടാണ് ഒരു മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതായത് ന്യൂട്ടന്റെ യൂണിവേഴ്സിനെ ഐൻസ്റ്റൈൻ്റെ തിയറി തകിടം മറിച്ചു എന്നുള്ള അർത്ഥത്തിലൊക്കെ. പക്ഷെ നമ്മൾ ഇന്ന് സയൻസിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് സയൻസ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് ട്രൂത്ത്, സത്യങ്ങളിൽ നിന്ന് കൂടുതൽ പൊതുവായ സത്യങ്ങളിലേക്കാണ്. ട്രൂത്ത് ടു ജനറൽ ട്രൂത്ത്. ഇപ്പം ന്യൂട്ടന്റെ തിയറി തെറ്റാണെന്നല്ല തെളിയിക്കുന്നത്. കാരണം ന്യൂട്ടന്റെ തിയറി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡൊമൈൻ ഉണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഉദാഹരണത്തിന് ബുധൻ ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായിട്ട് ന്യൂട്ടന്റെ തിയറി ഉപയോഗിച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഇറ്റ് വർക്ക്സ് ദർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്ട്രോങ് ആകുന്ന സിറ്റുവേഷൻസിലാണ് ന്യൂട്ടന്റെ തിയറിയിലുള്ള ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ വീക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ ന്യൂട്ടന്റെ തിയറി എപ്പോഴും ശരിയാണ്. വീക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നമുക്ക് ന്യൂട്ടന്റെ തിയറി ഉപയോഗിച്ചാൽ മതി. ഐൻസ്റ്റൈൻ്റെ തിയറി ഉപയോഗിക്കുന്നത് കൂടുതൽ കോംപ്ലക്സ് ആണ്. എന്ന് മാത്രമല്ല ഐൻസ്റ്റൈൻ്റെ തിയറി ഉപയോഗിച്ചാലും വീക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ന്യൂട്ടന്റെ തിയറി ആയിട്ട് തന്നെ ന്യൂട്ടന്റെ തിയറിയുടെ പ്രൊഡിക്ഷൻസിനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഐൻസ്റ്റൈൻ സ്വന്തം തിയറി ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹം നേരിട്ട ആദ്യത്തെ വെല്ലുവിളി ഇത് തന്നെയായിരുന്നു. അതായത് വീക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സിൽ ന്യൂട്ടന്റെ തിയറി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ വീക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നുള്ള ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ സ്വന്തം തിയറി ന്യൂട്ടന്റെ തിയറി ആയിട്ട് മാറണം എന്നുള്ളതായിരുന്നു ഐൻസ്റ്റൈൻ്റെ തിയറി ഫേസ് ചെയ്ത ആദ്യത്തെ ചാലഞ്ച്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യുകയുണ്ടായി. അതായത് ന്യൂട്ടന്റെ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡൊമൈനിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെ ഐൻസ്റ്റൈൻ്റെ തിയറി ന്യൂട്ടന്റെ തിയറിയുടെ പ്രൊഡിക്ഷൻസിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്, ആ തിയറി ആയിട്ട് തന്നെ മാറേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം ന്യൂട്ടന്റെ തിയറി തെറ്റാണെന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. പകരം ഐൻസ്റ്റൈൻ്റെ തിയറി കുറച്ചുകൂടെ ജനറലാണ്. ന്യൂട്ടന്റെ തിയറിയെ ഐൻസ്റ്റൈൻ്റെ തിയറി ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഐൻസ്റ്റൈൻ്റെ തിയറി ശരിയാണോ എന്ന് ചോദിച്ചാൽ സൈദ്ധാന്തികമായിട്ട് ഐൻസ്റ്റൈൻ്റെ തിയറി കംപ്ലീറ്റ് അല്ല എന്ന് കരുതാൻ നമുക്ക് ന്യായങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൃത്യമായിട്ടുള്ള തിയറി ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെയാണ്. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രിൻസിപ്പിൾസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിൽ പൊരുത്തപ്പെടുത്താൻ സയന്റിസ്റ്റിന് പൂർണ്ണമായിട്ടും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ഒരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഫോം ചെയ്യും എന്നുള്ളതാണ്. പല ക്വാണ്ടം തിയറീസ് ഓഫ് ഗ്രാവിറ്റീസ് ഇപ്പോഴും നിലവിലുണ്ട്. അത് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി നമുക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഐൻസ്റ്റൈൻ്റെ തിയറിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള യാതൊന്നും നമ്മൾ ഒബ്സർവേഷൻസിൽ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഈ കാണുന്ന എല്ലാം തന്നെ നിങ്ങൾ പലപ്പോഴും ഈ സയൻസ് ന്യൂസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ പ്രൂവ്ഡ് കറക്റ്റ് അഗെയിൻ, ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സർവൈവ്സ് അഗെയിൻ എന്നുള്ള തലക്കെട്ടുകൾ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ ഒരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഡെവലപ്പ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോഴും ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഐൻസ്റ്റൈൻ്റെ തിയറി വർക്ക് ചെയ്യുന്ന ഒരു ഡൊമൈനിൽ ഐൻസ്റ്റൈൻ്റെ തിയറി ആയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഓക്കെ, അതായത് സയൻസിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൊമൈൻസ് ഓഫ് അപ്ലിക്കബിലിറ്റി കാണാൻ കഴിയും. ന്യൂട്ടന്റെ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡൊമൈൻ ഉണ്ട്, ഐൻസ്റ്റൈൻ്റെ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡൊമൈൻ ഉണ്ട്, ഐൻസ്റ്റൈൻ്റെ തിയറി കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തൊരു ഡൊമൈൻ ഉണ്ട്. ബ്ലാക്ക് ഹോളുകളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഐൻസ്റ്റൈൻ്റെ തിയറിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരാൻ കഴിയില്ല. അവിടെ നമുക്ക് കുറെ കൂടെ ജനറൽ ആയിട്ടുള്ള ഒരു സിദ്ധാന്തം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞ 4 ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് ഗ്രാവിറ്റി, അടുത്തത് പിന്നെ ബാക്കിയുള്ളത് 3 ഫോഴ്സസ് ആണ്: ഇലക്ട്രോമാഗ്നറ്റിക്, സ്ട്രോങ് ന്യൂക്ലിയർ, വീക്ക് ന്യൂക്ലിയർ. ഇതൊക്കെ നമ്മുടെ നേച്ചറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ചില ഇന്ററാക്ഷൻസ് ആണ്. അപ്പോൾ ഈ 3 ഇന്ററാക്ഷൻസിനെ നമ്മളൊരു ക്വാണ്ടം തിയറി കൊണ്ട് യൂണിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഗ്രാവിറ്റിക്ക് ഒരു ക്വാണ്ടം തിയറി ഇല്ല, പക്ഷെ ബാക്കി 3 ഫോഴ്സസിനും ഒരു ക്വാണ്ടം തിയറി ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് നമ്മൾ ഈ കാണുന്ന ലോകം ഇതാണ്. അതായത് ക്വാർക്കുകളും ലെപ്റ്റോണുകളും എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഈ 4 തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചം മുഴുവനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പ്രപഞ്ചം മുഴുവൻ എന്ന് പറയുന്നതിൽ ചെറിയൊരു ഇൻഅക്യുറസി ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. നമ്മുടെ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയാം. വിസിബിൾ യൂണിവേഴ്സ് മുഴുവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഫണ്ടമെന്റൽ കണികകളും ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സസും കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ കുറിച്ചുള്ള മോഡൽ ഈ തിയറിയിൽ പറയുന്നത് ഫോഴ്സ് ക്യാരിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന ഫോട്ടോൺ എന്ന് പറയുന്ന കണികകളാണ്.
സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വാക്ക് ഗ്ലൂവോൺസ് ആണ്. അതുപോലെ W and Z ബോസോൺസ് എന്ന് പറഞ്ഞ വേറെ 3 പാർട്ടിക്കിൾസും കൂടി ഉണ്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാരിയേഴ്സ് ആയിട്ട്. അപ്പോൾ ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പം ഞാനിവിടെ കണികകൾ എന്ന് പറഞ്ഞെങ്കിലും ഇതെല്ലാം അടിസ്ഥാന കണികകൾ എലിമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ്. ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന സമയത്ത് ഫീൽഡ് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്. 2 മാഗ്നറ്റ്സ് നോർത്ത് പോൾ സമയം അടുപ്പിച്ചുകൊണ്ടിരിക്കണം വികർഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. തൊടാതെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബലം പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ട് നമുക്കറിയാം. ഇതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണികകൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനുള്ള ഒബ്ജക്ട്സ് ആണ്. അതേസമയം ഫീൽഡുകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതാണ്. സ്പേസിൽ ഓരോ പോയിന്റ് എടുത്താലും ഫീൽഡിന് അവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. വാല്യൂ മാത്രമല്ല, ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവാം. നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ നമുക്കൊരു വെക്റ്റർ അസൈൻ ചെയ്യാം, ഒരു നമ്പറും ഒരു ഡയറക്ഷനും അസൈൻ ചെയ്യാം, അല്ലെ ചെറിയ ആരോസ് അസൈൻ ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തം പറയുന്നത് കണികകളും ബലങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അണ്ടർലൈങ് ഫീൽഡ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ കണികകളും ഉണ്ടാകുന്നത് അണ്ടർലൈങ് ആയിട്ടുള്ള ഫീൽഡ്സിൻ്റെ എക്സൈറ്റേഷൻസിൽ നിന്നാണ്. ഓക്കെ, എല്ലാ തരത്തിലുള്ള അടിസ്ഥാന കണികകൾക്കും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡിൻ്റെ എക്സൈറ്റേഷൻസ് ആണ് പാർട്ടിക്കിൾസ്. ബലങ്ങളെയും ക്യാരി ചെയ്യുന്ന ഫീൽഡുകൾ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോൺ ഫീൽഡ് ഉണ്ട്, ക്വാർക്സിന് ക്വാർക്ക് ഫീൽഡ് ഉണ്ട്. അതുപോലെ ഫോട്ടോൺ എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ എക്സൈറ്റേഷൻ ആണ്. എന്നിങ്ങനെ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ ഫീൽഡുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ഞാൻ പറയാം. അതിനെ ക്രോസിംഗ് സിമെട്രി എന്നാണ് പറയുന്നത്. ഈ ക്രോസിംഗ് സിമെട്രി എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ അർത്ഥം മാത്രം പറയാം. ഇത് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് മോഡൽ കണികകളെ, ഞാൻ ഫീൽഡ് എന്നുള്ള വാക്കും കണിക എന്നുള്ള വാക്കും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ടർലൈങ് ആയിട്ടുള്ള ഫീൽഡ് ആണെന്നുള്ളതാണ്. എന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് കണികകളുടെ ഭാഷയിലും സംസാരിക്കാൻ കഴിയും. ഓൺലി തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു റിയലൈസ് ദാറ്റ് ഫണ്ടമെന്റലി ദേ ആർ ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസിംഗ് സിമെട്രി പറയുന്നത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മോഡൽ കണികൾ, നമ്മൾ ഈ വിസിബിൾ യൂണിവേഴ്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് മോഡൽ കണികകളെ സ്വാധീനിക്കുന്ന വേറെ കണികകളോ ബലങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ബലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പാർട്ടിക്കിൾസിനെ കൂട്ടിയിടിക്കുന്നതിലൂടെ ഈ കണികകളെ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഐഡിയ സിമ്പിളാണ്. അതായത് ഇതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കണികൾ ഉണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു സീ ദം ഇൻ പാർട്ടിക്കിൾ കൊളീഷൻസ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെ ചെയ്യുന്നത് വളരെ ഉയർന്ന ഊർജ്ജ നിലകളിൽ പാർട്ടിക്കിൾസിനെ കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സ് പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണികകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ഈ കണികകളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാവുന്ന എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടായിരുന്നുവെങ്കിൽ വി വുഡ് ഹാവ് ഓൾറെഡി സീൻ ഇറ്റ് ഇൻ ദ പാർട്ടിക്കിൾ കൊളീഷൻ എക്സ്പെരിമെന്റ്സ്. ഇത് ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷനാണ്. ഓക്കെ, അതായത് അങ്ങനെയുള്ള ഒന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള പുതിയ കണികകളോ ബലങ്ങളോ ഒന്നും നമ്മൾ ഈ പാർട്ടിക്കിൾ കൊളീഷൻ എക്സ്പെരിമെന്റ്സിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഊർജ്ജ നിലകളിലെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്ന വേറൊന്നും ഇല്ല എന്നുള്ളതിന് തെളിവാണ്. ഓക്കെ, അതായത് മുഴുവൻ ഫിസിക്സ് നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ് മുഴുവനായിട്ട് നമുക്കിന്ന് അറിയാം. ദർ ഇസ് നത്തിങ് മോർ ടു ഇറ്റ്. അപ്പോൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലോ മറ്റ് കണികാ പരീക്ഷണങ്ങളിലോ വേറെ കണികകളോ ബലങ്ങളോ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഊർജ്ജനിലകളിൽ സ്റ്റാൻഡേർഡ് മോഡൽ കണികകളെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റ് ബലങ്ങളോ കണികകളോ ഇല്ല എന്നുള്ളതിന് കൃത്യമായ തെളിവാണ്. അതായത് ഇവിടെ ഞാൻ വീണ്ടും ഒരു ഡൊമൈൻ ഓഫ് അപ്ലിക്കബിലിറ്റി പറയാണ്. നമ്മുടെ മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അറിയുന്ന ഈ ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്വാണ്ടം ഫീൽഡ് തിയറി കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്കറിയാം. നമുക്ക് വേറെ ചില സിദ്ധാന്തങ്ങൾ ആവശ്യമായിട്ട് വരും. ക്വാണ്ടം ഫീൽഡ് തിയറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും, ഫീൽഡുകളല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്, വേറെന്തോ തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്. ചിലപ്പോൾ സ്ട്രിങ്ങുകളാണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്ന തിയറിയൊക്കെ വരുന്നുണ്ട്. നമുക്കതറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമുക്കറിയാവുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡൊമൈൻ ഉണ്ട്, ഒരു എനർജി ഡൊമൈൻ ഉണ്ട്. നമ്മൾ ഭാവിയിൽ ഏതൊരു കൂടുതൽ മെച്ചപ്പെട്ട ഒരു സിദ്ധാന്തത്തിലേക്ക് പോവുകയാണെങ്കിലും ഇപ്പോൾ ക്വാണ്ടം ഫീൽഡ് തിയറി വർക്ക് ചെയ്യുന്ന ഡൊമൈനിൽ ഈ സിദ്ധാന്തം ക്വാണ്ടം ഫീൽഡ് തിയറിയുടെ പ്രഡിക്ഷൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോവർ എനർജി ലിമിറ്റ്സ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്ട്രിങ് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ,
സ്ട്രിംഗ് തിയറി പോലുള്ള ചില ശ്രമങ്ങളുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ആ തിയറിയാണ് കൂടുതൽ ഫണ്ടമെന്റൽ എന്ന് ഒരുപക്ഷെ ഭാവിയിൽ തെളിഞ്ഞേക്കാം. പക്ഷെ അപ്പോഴും സ്ട്രിംഗ് തിയറി എന്ന് പറയുന്ന തിയറി ലോ എനർജി ലിമിറ്റ് എടുക്കുമ്പോൾ ക്വാണ്ടം ഫീൽഡ് തിയറി ആയിട്ട് മാറേണ്ടതുണ്ട്. ഓക്കെ, അതായത് ക്വാണ്ടം ഫീൽഡ് തിയറി തെറ്റാണെന്ന് ഒരിക്കലും ഭാവിയിൽ വരാൻ പോകുന്ന തിയറികൾ തെളിയിക്കില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്ന ഒരു ക്ലെയിം ഇതാണ്: മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഫിസിക്സ് നമുക്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്, മറ്റൊന്ന് സ്റ്റാൻഡേർഡ് മോഡലാണ്. ഈ സ്റ്റാൻഡേർഡ് മോഡലിന്റെ ഭാഗമായിട്ട് ഗ്രാവിറ്റിയും കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് കൃത്യമായിട്ടുള്ള തിയറി ഉണ്ട്. വി ക്യാൻ വർക്ക് വിത്ത് ദാറ്റ്. ഓക്കെ, ഞാൻ പറയുന്ന ഇതാണ്: ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മോഡൽ ഹാവ് പാസ്ഡ് ഓൾ ദ ടെസ്റ്റ്സ് സോ ഫാർ. നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സ്പെരിമെന്റൽ റിസൾട്ട്സും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെയും സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിന്റെയും പ്രൊഡിക്ഷൻസുമായിട്ട് ഒത്തുപോകുന്നതാണ്. ഇതിന് വിരുദ്ധമായിട്ട് യാതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദീസ് ആർ സയന്റിഫിക് തിയറീസ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ക്രീഡൻസ്. വളരെയധികം വിശ്വാസ്യതയുള്ള സിദ്ധാന്തങ്ങളാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും സ്റ്റാൻഡേർഡ് മോഡലും. ഓക്കെ, നമുക്കിതിന് വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് വിളിക്കാം, സയന്റിഫിക് ബിലീഫ്സ് എന്ന് വിളിക്കാം. നമ്മൾ സാധാരണ അന്ധവിശ്വാസം എന്നുള്ള വാക്ക് പൊതുവെ യുക്തിവാദ സർക്കിളിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ ഇവിടെ വിശ്വാസം എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കാം. ദീസ് ആർ സയന്റിഫിക് ബിലീഫ്സ്, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെളിവുകൾ വേറെ രീതിയിലാണ് നമ്മളെ പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ വിശ്വാസങ്ങളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ശാസ്ത്രീയമായിട്ടുള്ള നമുക്ക് കുറച്ച് വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളെ ഇതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ തെളിവുകൾ അവൈലബിൾ ആകുന്ന മുറയ്ക്ക് നമ്മൾ ഈ വിശ്വാസങ്ങളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സയൻസിന്റെ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇതിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളെ, വിശ്വാസങ്ങളെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനോടൊരു മെത്തേഡാണ് ഞാൻ അടുത്തത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമ്മൾ വിശ്വാസങ്ങളെ എങ്ങനെയാണ് പരിഷ്കരിക്കേണ്ടത്? ഇത് ശരിക്കും ഒരു യുക്തിവാദി ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ യുക്തിവാദി ചെയ്യേണ്ടത് പുതിയ തെളിവുകളോട് മുഖം തിരിച്ച് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. പുതിയ തെളിവുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റണം, അപ്ഡേറ്റ് ചെയ്യണം, പരിഷ്കരിക്കണം. അപ്പോൾ ഇത് പരിഷ്കരിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് ബേസസ് തിയറം. അപ്പോൾ തോമസ് ബേസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് തിയോളജിയൻ ആൻഡ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സിദ്ധാന്തമാണ്, പ്രോബബിലിറ്റി തിയറിയിലുള്ള ഒരു സിദ്ധാന്തമാണ് ബേസസ് സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അന്തസത്ത നമ്മുടെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബേസ് മാത്രമല്ല, ലാപ്ലാസ്, പിയർ സൈമൺ ലാപ്ലാസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, ഫിസിസിസ്റ്റ്, ഇദ്ദേഹവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാപ്ലാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലാപ്ലാസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. അതായത് ഇദ്ദേഹം നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട തിയറി എല്ലാം പ്രസന്റ് ചെയ്ത സമയത്ത് നെപ്പോളിയനോ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളായോ ചോദിച്ചു, ഇതിൽ ദൈവം എവിടെ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്: ഐ ഹാഡ് നോ നീഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഹൈപ്പോത്തസിസ്. ആ ഹൈപ്പോത്തസിസിന്റെ ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സിദ്ധാന്തം പറയുന്ന ഇതാണ്. നമുക്കിതിന് ഇങ്ങനെ എഴുതാം: P of H given E is proportional to P of H multiplied by P of E given H. ഓക്കെ, അപ്പോൾ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഈ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ നേർ അനുപാതത്തിലാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് പുതിയൊരു എവിഡൻസ് നമ്മുടെ കയ്യിൽ കിട്ടി, പുതിയൊരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചില ഹൈപ്പോത്തസിസ് ഉണ്ട്. അത് ക്വാണ്ടം ഫീൽഡ് തിയറി ആവും, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവും. ഓക്കെ, അപ്പോൾ ഈ പുതിയ എവിഡൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഹൈപ്പോത്തസിസിന്റെ പ്രോബബിലിറ്റി, അത് ശരിയാകാനുള്ള സംഭാവ്യത അപ്ഡേറ്റ് ചെയ്യണം. ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് പി ഓഫ് എച്ച്, ഇതിൽ ആദ്യത്തെ ഭാഗം പി ഓഫ് എച്ച് എന്നുള്ളതാണ്. പി ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് എന്ന ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എച്ച് എന്ന സിദ്ധാന്തം എത്രത്തോളം നമ്മുടെ നിലവിലെ അറിവുകളുമായി ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ പ്രയർ പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു ഫാക്ട് വരികയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ ഈ ഒരു സ്വാമിയുടെ അവിടെ പോയിരുന്നു, അയാളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി, ധ്യാന ശക്തി കൊണ്ട് ഉയർന്നു പൊങ്ങി എന്ന് നിങ്ങളുടെ സുഹൃത്ത് പറയാണ്. ഈ സുഹൃത്ത് നുണ പറയുന്ന ആളല്ല, നിങ്ങൾക്കറിയാം, വളരെ സത്യസന്ധനാണ്.
അപ്പോൾ നമ്മുടെ മനസ്സിൽ ചില ഹൈപ്പോത്തിസിസ് വരും അല്ലേ. ഒന്നുകിൽ നമുക്ക് എടുക്കാവുന്ന ഹൈപ്പോത്തിസിസ് എന്താണ്, ഇദ്ദേഹം ആക്ച്വലി ഇങ്ങനെ ധ്യാനത്തിന്റെ ശക്തി കൊണ്ട് ന്യൂട്ടന്റെ ഗ്രാവിറ്റിയെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ്. ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയെ, ഫിസിക്സിന്റെ നിയമങ്ങളെ ഇദ്ദേഹം അതിലംഘിച്ചു എന്നുള്ളതാണ്. വേറെ ഹൈപ്പോത്തിസിസ് അതൊരു മാജിക് ട്രിക്കാണ് എന്നുള്ളതാണ്. മജീഷ്യൻസ് ഡു ദിസ് ടൈപ്സ് ഓഫ് തിങ്സ് ഓൾ ദ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്രയർ പ്രോബിലിറ്റി കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഫിസിക്സിന്റെ നിയമങ്ങൾ അവിടെ അതിലംഘിക്കപ്പെട്ടു എന്നുള്ളതാണോ, അതോ സാധാരണ മജീഷ്യൻസ് ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാജിക് ട്രിക്ക് ആയിരുന്നു അത് എന്ന ഹൈപ്പോത്തിസിനാണ് നമ്മൾ കൂടുതൽ സംഭാവ്യത കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും റാഷണൽ ആയിട്ടുള്ള തിങ്കേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിനൊരു തട്ടിപ്പായിട്ട് കണക്കാക്കി അല്ലെങ്കിൽ ഒരു മാജിക് ട്രിക്കായിട്ട് കണക്കാക്കി തള്ളിക്കളയുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സയൻറ്റിഫിക് ചർച്ചകളിൽ തന്നെ, സയൻറ്റിസ്റ്റിൻ്റെ ചർച്ചയിലെ സയൻറ്റിഫിക് ചർച്ചകളിൽ തന്നെ ഇത് ഫോളോ ചെയ്യാത്തതായിട്ട് കാണപ്പെടാറുണ്ട്. ഇപ്പോൾ ഇതിന് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ചർച്ച ഞാൻ കണ്ടിരുന്നു. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചർച്ച എന്നുള്ള നിലയിലാണ് അത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത് ചർച്ച മുന്നോട്ട് വെച്ച ആൾ പറഞ്ഞൊരു കാര്യം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറഞ്ഞ എക്സ്പീരിയൻസ് റിയലാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കിന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഒരു സാധ്യത കൽപ്പിച്ചു കൊടുക്കണം. എല്ലാത്തരം സിദ്ധാന്തങ്ങളും ശരിയാണ് എന്നുള്ളൊരു സാധ്യത കൽപ്പിച്ചു കൊടുക്കണം. അതായത് യഥാർത്ഥത്തിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്ന് പറയുന്ന എന്തോ ഒരു സത്ത പുറത്തു പോകുന്നുണ്ട്, അത് തിരിച്ച് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ വ്യാപകമായിട്ടുണ്ട്, ഹൈപ്പോത്തിസിസുകൾ വ്യാപകമായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂറോ സയൻസിനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട അണ്ടർലൈയിങ് ഫിസിക്സിനെ കുറിച്ചും ഇന്ന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അല്ലെ സ്റ്റാൻഡേർഡ് മോഡൽ കണികകളും ബലങ്ങളും അല്ലാത്ത വേറെന്തോ ഒരു സാധനം അവിടെ ഉണ്ട് എന്നും അതാണ് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കും, നമ്മുടെ ചിന്തകൾ രൂപീകരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കിന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സയൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വേറെ തെളിവുകളൊന്നും അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആത്മാവ് എന്നുള്ളൊരു സങ്കല്പം ആയാലും മുന്നോട്ട് വെച്ചിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ വളരെ കുറഞ്ഞൊരു പ്രോബബിലിറ്റി കൽപ്പിച്ചു കൊടുക്കാം. അതിൻ്റെ പ്രയർ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതിന് വേറെ പഠനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടി വന്നേക്കും. അത് ന്യൂറോ സയൻസിൻ്റെ മേഖലയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കണ്ടെത്തിയേക്കാം. പക്ഷെ തുടങ്ങുമ്പോൾ തന്നെ അത് ആത്മാവാണ് എന്നൊരു ഹൈപ്പോത്തിസിസിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് അല്ല, സയൻസ് ഇസ് അബൌട്ട് ബീങ് ഓപ്പൺ മൈൻഡഡ്. പക്ഷെ സയൻസ് ഇസ് ആക്ച്വലി നോട്ട് ബീങ് ഓപ്പൺ മൈൻഡഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, എല്ലാത്തരം സാധ്യതകളോടും ഒരേപോലെ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതല്ല സയൻസിൻ്റെ മെത്തേഡ്. നമ്മൾ എല്ലാത്തിനോടും ഓപ്പൺ ആയിരിക്കണം, പക്ഷെ എല്ലാ സാധ്യതകൾക്കും നമ്മൾ തുടക്കത്തിൽ കൽപ്പിച്ചു കൊടുക്കേണ്ട സംഭാവ്യത ഒന്നല്ല. നമുക്ക് ഇന്ന് അറിയാവുന്ന സയൻസുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിനാണ് നമ്മൾ കൂടുതൽ സാധ്യത തുടക്കത്തിൽ തന്നെ കൽപ്പിച്ചു കൊടുക്കേണ്ടത്, വേറെ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും. ഓക്കെ, തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുമ്പോഴും വേറെ തെളിവുകളൊന്നും അവൈലബിൾ അല്ലെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ട ചില ഹൈപ്പോത്തിസിസ് ഉണ്ട്. അതാണ് ഈ പ്രയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഫാക്ടർ ഒന്ന് പ്രയർ പ്രോബബിലിറ്റിയാണ്. രണ്ടാമത്തെ ഫാക്ടർ നമ്മുടെ സിദ്ധാന്തം ശരിയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു പെറ്റ് സിദ്ധാന്തമുണ്ട്, ഇപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള സിദ്ധാന്തമാണ്. നമ്മുടെ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ എവിഡൻസ് എത്രത്തോളം പ്രോബബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ശരിയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ എവിഡൻസ് നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 തിയറി ഉണ്ടെങ്കിൽ എല്ലാ തിയറിയിലും ഈ എവിഡൻസ് ഒരേപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് ഗിവൺ ദ ഹൈപ്പോത്തിസിസ്. അതായത് ഇഫ് ദ ഹൈപ്പോത്തിസിസ് ഇസ് കറക്റ്റ്, വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ സീ ദിസ് പെർട്ടിക്കുലർ ഒബ്സർവേഷണൽ ഫാക്ട്, വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ സീ ദിസ് പെർട്ടിക്കുലർ എവിഡൻസ്. ഓക്കെ,
ഇതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിന്റെ എക്സ്പ്ലനേറ്ററി പവറാണ്. ഒന്നാമത്തേത് മുൻ സംഭാവ്യത അല്ലെങ്കിൽ പ്രയർ പ്രോബബിലിറ്റിയാണ്. രണ്ടാമത്തേത് എത്രത്തോളം നന്നായിട്ട് നമ്മുടെ സിദ്ധാന്തം ഈ എവിഡൻസിനെ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സിദ്ധാന്തവും എല്ലാ എവിഡൻസിനെയും ഏതെങ്കിലും രീതിയിൽ വിശദീകരിക്കുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ സിദ്ധാന്തത്തിനെ പതുക്കെ മാറ്റി നമ്മുടെ സിദ്ധാന്തത്തിന്റെ ഉള്ളിൽ ഈ എവിഡൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ കഴിയും. പക്ഷെ എല്ലാ സിദ്ധാന്തവും ഒരേപോലെ ആയിരിക്കില്ല വിശദീകരിക്കുന്നത്. ചിലത് കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ നമ്മുടെ അറിവിനെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ബേസിയൻ മെത്തേഡ് അല്ലെ ബേസിസ് തിയറം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് സയൻസിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പ്രത്യേകിച്ചും ഫിസിക്സിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ പ്രയർ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇത് പറയാം. ഇത് ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള കാര്യമാണ്, എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം എൻ്റെ വീട്ടിലൊരു കാറുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കരുതാം, സംഭാവ്യമായിട്ടുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. റൈറ്റ്, ഇറ്റ്സ് പോസിബിൾ. കാരണം കാറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ ഒരാളാണ് ഞാനും. കാറുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സത്യമാണെന്നോ ഉള്ളൊരു ഇത് വേറെ അറിവൊന്നും ഇല്ലെങ്കിലും, വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിങ്ങളുടെ മുമ്പിലുള്ള ഫാക്റ്റ് എൻ്റെ വീട്ടിലൊരു കാറുണ്ടെന്നുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഈ എവിഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇദ്ദേഹത്തിന്റെ വീട്ടിലൊരു കാറുണ്ട്, അതുകൊണ്ടാണ് കാറുണ്ട് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയുകയാണ്, ഞാനൊരു BMW ഇന്നലെ വാങ്ങി. BMW ഒരു വില കൂടിയ കാറാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ, കാരണം BMW ഉള്ള ആൾക്കാർ അധികമില്ല, അത് നമ്മൾ വഴിയിൽ ഇറങ്ങുകയാണെങ്കിലും വല്ലപ്പോഴും ഒരു BMW അല്ലെങ്കിൽ വില കൂടിയ ഒരു കാർ, ഫെറാറിയോ അങ്ങനെ എന്തെങ്കിലും കാർ വളരെ റെയർ ആയിട്ട് നമ്മൾ കാണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഫെറാറി ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? ഈ ഫെറാറിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഫെറാറി കാർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അതിനുള്ള പ്രയർ പ്രോബബിലിറ്റി കുറവാണ് എന്ന് പറയും. ഇനി അത് നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടും, വിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളാരും വിശ്വസിക്കില്ല, അല്ലേ? സ്വന്തമായിട്ട് റോക്കറ്റ് ഉണ്ടെന്ന്, ഞാൻ ചന്ദ്രനിൽ പോയി ഇടയ്ക്ക് തിരിച്ചു വരാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വിശ്വസിക്കില്ല. അത് വിശ്വസിക്കാൻ പാടില്ല. അത് തന്നെയാണ് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് വേറെ തെളിവുകൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം. ഇപ്പോൾ വിമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് വിമാനത്തിന്റെ ചിത്രമോ ഞാൻ വിമാനം ഓടിക്കുന്ന ചിത്രമോ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു സാധ്യത കൽപ്പിച്ചു തന്നേക്കും. എന്നാലും എനിക്ക് സ്വന്തമായിട്ട് വിമാനം ഉണ്ടായിട്ട് ആ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും പ്രോബബിൾ ആണ് ഫോട്ടോഷോപ്പിലോ മറ്റോ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ചിത്രം കണ്ടു, തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ആ തെളിവുകളെ ഏത് സിദ്ധാന്തമാണ് കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അത് ഞാൻ ചിത്രം കാണിക്കുകയാണ്, വിമാനം ഓടിക്കുന്ന ഒരു ചിത്രം കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ ഞാൻ അത് ഫോട്ടോഷോപ്പ് വെച്ച് ചെയ്തതാണ്, അല്ലെ യഥാർത്ഥത്തിൽ ഞാൻ വിമാനം ഓടിച്ചാണ്. ഇങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഏതാണ് കൂടുതൽ നന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള തെളിവിനെ വിശദീകരിക്കുന്നത് എന്നുകൂടി നോക്കണം. അതെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, എല്ലാ അവകാശവാദങ്ങൾക്കും ഒരേ സ്റ്റാൻഡേർഡിലുള്ള തെളിവിന്റെ ആവശ്യമില്ല. ഓക്കെ, അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായ അവകാശവാദങ്ങൾക്ക് കൂടുതൽ അസാധാരണമായിട്ടുള്ള തെളിവുകൾ വേണം. റൈറ്റ്, ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. കാൾ സാഗന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ്, എല്ലായിടത്തും കാണുന്ന ഒരു കോട്ടാണ്, എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ്. എനിക്ക് കാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എവിഡൻസും വേണ്ട. പക്ഷെ വിമാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ റോക്കറ്റ് ഉണ്ടെന്നോ ഞാൻ ചന്ദ്രന്റെ ഇടയ്ക്ക് പോയിട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ ദീസ് ആർ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. എന്തുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് ആവുന്നത്? അതിന്റെ പ്രയർ പ്രോബബിലിറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്ലെയിം വേണമെങ്കിൽ സാധാരണ എവിഡൻസ് കൊണ്ട് നമുക്ക് അതിന്റെ സത്യം നിർണ്ണയിക്കാൻ കഴിയില്ല. കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള തെളിവുകൾ ആവശ്യമായിട്ട് വരും. ഇത് ബേസിയൻ തിയറി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഡേവിഡ് ഹ്യൂമിന്റെ ഒരു സെന്റൻസ് ഉണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു അത്ഭുതം നടന്നു വരുന്നത്, അത്ഭുതം എന്ന് പറയുമ്പോൾ മിറക്കിൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ അതിലംഘിക്കുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മിറക്കിൾ അല്ലെങ്കിൽ അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒരാൾ ഉയർന്ന് പറക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു തരത്തിലുള്ള സാക്ഷ്യമോ തെളിവോ പര്യാപ്തമാവില്ല. അതായത് വെറും സാക്ഷ്യമൊഴി കൊണ്ടോ വേറെ ഫോട്ടോസ് പോലുള്ള എവിഡൻസ് കൊണ്ടോ ഒരു മിറക്കിൾ നടന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. തെളിവുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഓക്കെ, ഇനി അത് കണക്കിലെടുക്കണമെങ്കിൽ തന്നെ ഈ ലഭ്യമായ തെളിവോ സാക്ഷ്യമോ തെറ്റാകാനുള്ള സാധ്യത അത് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്ന അവകാശവാദത്തെക്കാൾ അത്ഭുതകരമായിരിക്കണം. ഞാൻ എന്ത് തെളിവ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്താലും ആ തെളിവ് തെറ്റാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? ഒരു മിറക്കിൾ നടന്നു, ഒരു അത്ഭുതം നടന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഓക്കെ, ആ തെളിവ് തെറ്റാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അത്ഭുതം യഥാർത്ഥത്തിൽ നടന്നിരിക്കാം എന്നുള്ള സാധ്യത ഉണ്ട്. ഏതാണ് കൂടുതൽ? അത്ഭുതം യഥാർത്ഥത്തിൽ നടന്നിരിക്കാനുള്ള സാധ്യതയാണോ ഞാൻ മുന്നോട്ട് വെച്ച തെളിവ് തെറ്റാനുള്ള സാധ്യതയാണോ കൂടുതൽ?
അപ്പോൾ ആ തെളിവുകൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത്ഭുതം യഥാർത്ഥത്തിൽ നടന്നിരിക്കാനുള്ള സാധ്യതയെക്കാളും കൂടുതലാണ് ഏത് സാധ്യത? തെളിവ് തെറ്റാകാതിരിക്കാനുള്ള സാധ്യത. നോർമൽ സിറ്റുവേഷൻസിൽ അതല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ദർ ആർ നോ മിറക്കിൾസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ഓക്കെ, അതായത് എല്ലാ തരത്തിലുള്ള അവകാശവാദങ്ങളുടെയും തെളിവ് അന്വേഷിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യം ഇല്ല. അത്തരം ഓപ്പൺ മൈൻഡഡ്നെസ് സയൻസിൽ ഒരിക്കലും ഫലപ്രദമല്ല, നമ്മുടെ യുക്തിചിന്തയിലും ഒരിക്കലും ഫലപ്രദം അല്ല. ഓക്കെ, അതായത് ആത്മാവുണ്ടെന്നോ അല്ലെങ്കിൽ പ്രേതം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ തെളിവ് അന്വേഷിച്ച് അവിടെ പോകേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, അതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും ഇതാണ് ഞാൻ നേരത്തെ പ്രൊപ്പോർഷണാലിറ്റി ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഇതൊരു ഇക്വാലിറ്റിയാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ഗിവൺ എവിഡൻസ് ഇസ് ഈക്വൽ ടു പ്രയർ പ്രോബിലിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എവിഡൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോത്തസിസ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ദ എവിഡൻസ് ഇറ്റ്സെൽഫ്. ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ റാഷണൽ തിങ്കിങ്ങിൻ്റെ മോഡലായിട്ട് ഉപയോഗിക്കാൻ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രയർ പ്രോബിലിറ്റിയും നമ്മുടെ സിദ്ധാന്തത്തിന്റെ എക്സ്പ്ലനേറ്ററി പവറും. ഇത് രണ്ടും കണക്കിലെടുക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രം കണക്കിലെടുത്താൽ പോരാ. ചിലപ്പോൾ നമ്മുടെ സിദ്ധാന്തത്തിന് നല്ല എക്സ്പ്ലനേറ്ററി പവർ ഉണ്ടാവും. ഞങ്ങൾക്ക് ഉദാഹരണത്തിന് മഴ പെയ്യുന്നു, ദൈവമാണ് മഴ പെയ്ച്ചത്, അതിന് നല്ലൊരു എക്സ്പ്ലനേറ്ററി പവർ ഉണ്ട്. ദൈവം അങ്ങനെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ മഴ പെയ്തു, അതിന് എക്സ്പ്ലനേറ്ററി പവർ ഉണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ പ്രയർ പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ എക്സ്പ്ലനേറ്ററി പവർ മാത്രം പോരാ, പ്രയർ പ്രോബിലിറ്റിയും കൂടെ കണക്കിലെടുക്കണം. അതുപോലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ആത്മാവ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് നല്ല എക്സ്പ്ലനേറ്ററി പവർ ഉണ്ട്. പക്ഷെ അതിന്റെ പ്രയർ പ്രോബിലിറ്റി വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് ആ സിദ്ധാന്തം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ലാത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ബിലീഫ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ബിലീഫ്സ് ഉണ്ടാവും, അതിനൊരു പ്രോബിലിറ്റി ഉണ്ട്, അതിനാണ് പ്രയർ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ റീസെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഡേറ്റ, പുതിയ തെളിവുകൾ കടന്നു വരുന്ന മുറയ്ക്കനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ സിദ്ധാന്തങ്ങൾക്കുള്ള സംഭാവ്യത, നമ്മുടെ വിശ്വാസങ്ങളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇനീഷ്യൽ ബിലീഫ്സിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട വിശ്വാസങ്ങളിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ വേൾഡ് അക്കോർഡിംഗ് ടു ഫിസിക്സ് ഞാൻ പറഞ്ഞു. അതുപോലെ ഒരു മെത്തേഡും പറഞ്ഞു. തെളിവുകൾ അനുസരിച്ച് നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡും പറഞ്ഞു. അടുത്ത ടോപ്പിക്ക് ഞാൻ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. അപ്പം ഇത് മുന്നോട്ട് വയ്ക്കാൻ കാരണം പലപ്പോഴും ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്ലെയിമാണ് സയൻസിന് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അതായത് നാച്ചുറലിസം എന്ന് പറയുന്ന സയൻസിന്റെ ഒരു സ്റ്റാർട്ടിങ് അസംഷനാണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്ലെയിമുകളെ കുറിച്ച് സയൻസിന് ഒന്നും പറയാൻ കഴിയില്ല എന്നൊരു അവകാശവാദം പലപ്പോഴും കേൾക്കാറുണ്ട്. മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അൺഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഫിസിക്സിന് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഫിസിക്സും സയൻസും ഒന്നും അൺഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ എന്താ പറയുന്നത്, അത് ഇല്ലാന്ന് തെളിയിക്കുന്നില്ല, റൈറ്റ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊരു അവകാശവാദമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ചോദ്യം. ഈസ് സയൻസ് ഇൻകേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് ക്ലെയിംസ് ഓഫ് എ സൂപ്പർ നാച്ചുറൽ നേച്ചർ? ആത്മാവ്, ശരീരത്തിൽ നിന്ന് വേർപെട്ട കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ദൈവം എന്നിങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ക്ലെയിംസിനെ കുറിച്ച് സയൻസിനൊന്നും പറയാനില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു മെത്തേഡ് മുന്നോട്ട് വിശദീകരിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാച്ചുറലിസം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് ഡോഗ്മാറ്റിക് ആയിട്ടുള്ള അസംഷൻ അല്ല. അത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷനാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്യണം? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സിനെയും കൂടെ തിയറിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഓക്കെ, പക്ഷേ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കിന്ന് കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, എക്സ്പെരിമെന്റിൽ കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സ് ഉപയോഗിച്ചുള്ള ഹൈപ്പോത്തസിസ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനവിടെ ഒരു സാധ്യത തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്കൊരു സൂപ്പർ നാച്ചുറൽ, ആത്മാവെന്നോ ദൈവം എന്നുള്ളൊരു ഇൻഗ്രീഡിയന്റ് എന്തുകൊണ്ടാണ് നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് എന്നാലോചിച്ചത് മനസ്സിലാവും. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പറയാം, ഈ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സയൻസ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഉദാഹരണത്തിന് മെർക്കുറിയുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് പറഞ്ഞു, മെർക്കുറിയുടെ ട്രജക്ടറിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ന്യൂട്ടന് എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാരപഥത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ മെർക്കുറിയുടെ സഞ്ചാരപഥത്തിന്റെ കാര്യത്തിൽ ന്യൂട്ടന്റെ തിയറി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ എലിമെന്റിനെ പ്ലേസ് ചെയ്യേണ്ടി വരും, ദൈവം.
ഓക്കെ, അവിടെ ആ പണി ചെയ്യുന്നത് ദൈവമാണ് എന്നൊരു സിദ്ധാന്തം വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഓക്കെ, പക്ഷെ അപ്പോഴാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നിട്ട് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള സിദ്ധാന്തം എടുക്കുമ്പോൾ മെർക്കുറിയുടെ സഞ്ചാരപഥവും കൃത്യമായിട്ടും ആ തിയറിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ദൈവം, ആത്മാവ് എന്നിങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ, എന്നിങ്ങനെയുള്ള ഹൈപ്പോത്തസിസ് നമ്മുടെ വേൾഡിനെ വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെ ഇത്തരം എഫക്ട്സ് നമ്മുടെ നേച്ചറിൽ ഇല്ല എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ സയന്റിഫിക് അല്ലെങ്കിൽ റാഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നുള്ളതിന് തെളിവ്. അതായത് നാച്ചുറലിസം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഡോഗ്മാറ്റിക് അസംഷൻ അല്ല. നാച്ചുറലിസം ശരിയാണ് നമ്മൾ കരുതുന്നതിന്റെ കാരണം എന്താണ്? നാച്ചുറലിസം എന്നുള്ള അസംഷൻ വെച്ച് നമുക്ക് ഈ യൂണിവേഴ്സിനെ മുഴുവൻ, നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ദീപക് ചോപ്ര പറയും ഇലക്ട്രോണിന് ആത്മാവുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിന് കോൺഷ്യസ്നെസ് ഉണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം, ഈ കോൺഷ്യസ്നെസ് ഉള്ള ഇലക്ട്രോണിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഇലക്ട്രോണിനുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല, ചുമ്മാ കോൺഷ്യസ്നെസ്സും കൂടെ ഇരിക്കട്ടെ എന്നാണ് പറയുക. പക്ഷെ അങ്ങനെ ചുമ്മാ കാര്യങ്ങൾ ഇടുന്നത്, അങ്ങനെയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ദീപക് ചോപ്ര പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, ഇലക്ട്രോണിന് ബോധമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സിദ്ധാന്തത്തെ നമ്മൾ മുഴുവനായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അപ്പൊ എന്ത് പറയണം? കോൺഷ്യസ്നെസ് ഉള്ള ഇലക്ട്രോണും കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഇലക്ട്രോണും പെരുമാറുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അത് നമുക്ക് എക്സ്പെരിമെന്റിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പോത്തസിസ് ആയി. ആ സിദ്ധാന്തത്തിന് നമുക്കൊരു സാധ്യത കൊടുക്കാം. എന്നിട്ട് കോൺഷ്യസ്നെസ് ഇല്ലാതെ നമുക്ക് ഇലക്ട്രോണിന്റെ ബിഹേവിയർ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സയന്റിസ്റ്റ്സ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിന് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അധികം പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതായത് സയൻസ് അത്തരം സാധ്യതയോട് മുഖം തിരിച്ച് നിൽക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് സിംപ്ലി ദാറ്റ് അത്തരം സാധ്യതകൾ ഇല്ല എന്നാണ് സയൻസ് തെളിയിച്ചിരിക്കുന്നത്. അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ പലപ്പോഴും വരുന്ന വേറെ ചോദ്യമാണ്, ക്യാൻ യു പ്രൂവ് ദാറ്റ് ഗോഡ് സോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്? ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയൻസ് ആക്ച്വലി കാര്യങ്ങളെ അങ്ങനെ തെളിയിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള തെളിയിക്കലാണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് പോലെ സയൻസ് കാര്യങ്ങൾ തെളിയിക്കുകയല്ല ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഇനീഷ്യൽ ബിലീഫ്സ് ഉണ്ട്, ഇനീഷ്യൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. പുതിയ എവിഡൻസ് വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ഹൈപ്പോത്തസിസുകളിലുള്ള നമ്മുടെ വിശ്വാസത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ചിലപ്പോൾ കുറെ സിദ്ധാന്തങ്ങൾ ഉണ്ടാവും. കൂടുതൽ എവിഡൻസ് വരുമ്പോൾ നമ്മൾ ഓരോ സിദ്ധാന്തത്തിലുള്ള വിശ്വാസ്യത അല്ലെങ്കിൽ അതിന്റെ ക്രീഡൻസ് അപ്ഡേറ്റ് ചെയ്യും. കുറെ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തമായിരിക്കും വിജയകരമായിട്ട് വരിക. ഉദാഹരണത്തിന് നിങ്ങൾ കോസ്മോളജി പഠിക്കുകയാണെങ്കിൽ കോസ്മോളജിയിൽ തന്നെ പണ്ട് കാലത്ത് ഫേവറിൽ ഉണ്ടായിരുന്ന സിദ്ധാന്തമാണ് സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി എന്ന് പറയുന്നത്. ഒരു മോഡലാണ് സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി. വേറെ മോഡലുണ്ട് ബിഗ് ബാങ് കോസ്മോളജി. ആദ്യകാലത്ത് എല്ലാവരും സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജിക്കാണ് കൂടുതൽ പ്രയർ പ്രോബിലിറ്റി കൊടുത്തിരിക്കുന്നത്. പക്ഷേ എവിഡൻസ് കൂടുതൽ എവിഡൻസ് വന്നപ്പോൾ, യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ ഇതുപോലുള്ള എവിഡൻസസ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസിനെ കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കുന്നത് ബിഗ് ബാങ് കോസ്മോളജിയാണ്, സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി അല്ല എന്നുള്ളതാണ്. ഈ സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി എന്ന് പറയുന്നത് യൂണിവേഴ്സിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, അതിങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബിഗ് ബാങ് കോസ്മോളജിയുടെ ബേസിക് ആയിട്ടുള്ള പ്രൊമിസ് നിങ്ങൾക്കറിയാം. വളരെ ഹോട്ട് ആൻഡ് ഡെൻസ് ആയിരുന്ന ഒരു ഇവന്റിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന യൂണിവേഴ്സ് മുഴുവൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിദ്ധാന്തങ്ങളും ഒരു കാലത്തുണ്ടായിരുന്നു. ആദ്യകാലത്ത് സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജിക്ക് തന്നെയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കുകയാണോ ചെയ്തത്? അല്ല, പകരം നമ്മൾ എവിഡൻസ് ഉപയോഗിച്ച് നമ്മുടെ തിയറീസിനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഏത് തിയറിയാണ് വിജയിച്ചു വന്നത്? ബിഗ് ബാങ് കോസ്മോളജിയാണ് വിജയിച്ചു വന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് സയൻസ് കാര്യങ്ങളെ തെളിയിക്കുന്നത്. അല്ലാതെ ഒരു കാര്യമില്ല സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജി തെറ്റാണെന്ന് ഔട്ട്റൈറ്റ് തെളിയിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങളെ കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബിഗ് ബാങ് കോസ്മോളജിക്കാണ് കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. വൺ കാൻ't പ്രൂവ് ദാറ്റ് ഗോഡ് ഡസന്റ് എക്സിസ്റ്റ്, ബട്ട് സയൻസ് മേക്സ് ഗോഡ് അൺനെസസറി. ദാറ്റ്സ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു വിത്ത് സയൻസ്. ഓൾറൈറ്റ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ളത് എന്നതിനെക്കുറിച്ച് സയൻസിന് പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്. അങ്ങനെയൊരു എഫക്റ്റിന്റെ ആവശ്യം നമുക്കില്ല കാര്യങ്ങളെ വിശദീകരിക്കാൻ. ദ ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ എക്സ്പ്ലെയിൻ ദ യൂണിവേഴ്സ് വിത്തൗട്ട് ദ നീഡ് ഓഫ് എ ക്രിയേറ്റർ. അപ്പൊ ഈ കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഫിസിക്സ് മുഴുവൻ അങ്ങനെ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയില്ല. നമുക്ക് കോസ്മോളജിയും ഇവല്യൂഷനും ഇതെല്ലാം പഠിച്ചിട്ട് യുക്തിവാദിയാകാൻ കഴിയില്ല. അല്ല, ഞാൻ ഇവല്യൂഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എന്തൊക്കെയോ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിച്ചിട്ടില്ല. പക്ഷെ വേറൊരു സിദ്ധാന്തം എന്താണ്? മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തവും ഇപ്പോഴത്തെ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക്
വേറെ തെളിവുകളൊന്നും പരിഗണിക്കാതെ തന്നെ ഇവല്യൂഷനെ സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, കാരണം നമ്മൾ വെറുതെ നോക്കിയാൽ തന്നെ അതിനുള്ള പ്രയർ പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവല്യൂഷൻ യഥാർത്ഥത്തിൽ മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കി എന്നുള്ള സിദ്ധാന്തത്തെ നിരാകരിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവല്യൂഷൻ ഇതിനു വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇല്ല എന്ന് മനസ്സിലാക്കാൻ കോസ്മോളജി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഈ കോസ്മോളജി പോലുള്ള കാര്യങ്ങൾ, കോസ്മോളജി പോലുള്ള ബ്രാഞ്ചിൽ ദൈവം പോലുള്ള എഫക്റ്റ് ഇല്ലാതെയാണ് നമ്മൾ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതിലേത് സിദ്ധാന്തമാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ തുടക്കത്തെക്കുറിച്ച് കൃത്യമായി ഏത് സിദ്ധാന്തമാണ് ശരിയെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഒരു സിദ്ധാന്തത്തിലും ദൈവം ഒരു ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഡിബേറ്റുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഗോഡ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ നെസസിറ്റിയാണ്. ഓക്കെ, ഗോഡ് ഇല്ലാതെ ലോജിക്കലായിട്ട് നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. എന്നിട്ട് ചില ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കും. എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്, യൂണിവേഴ്സാണ് കാര്യം എന്നുണ്ടെങ്കിൽ ദൈവമാണ് അതിൻ്റെ കാരണം. ഓക്കെ, എന്നിട്ട് ഈ ലോജിക്ക് തെറ്റാണെന്ന് തെളിയിക്കും. അപ്പോൾ ലോജിക്കലി തന്നെ ദൈവം ഒരു നെസസിറ്റിയാണ് എന്ന ആർഗ്യുമെന്റ്സ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫിസിക്സിൽ അല്ലെങ്കിൽ കോസ്മോളജിയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തങ്ങൾ പ്യുവർലി ലോജിക്കലായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. റൈറ്റ്, ഇത് മാത്തമാറ്റിക്കൽ സിദ്ധാന്തങ്ങളാണ്. ഈ ലോജിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ആക്ച്വലി ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ്, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ദൈവമില്ലാതെ തന്നെ യൂണിവേഴ്സിനെ കുറിച്ച് അനേക സിദ്ധാന്തങ്ങളുണ്ട് എന്ന് മാത്രമല്ല ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ള സിദ്ധാന്തത്തെക്കാളും കൂടുതൽ എക്സ്പ്ലനേറ്ററി പവർ എല്ലാ സിദ്ധാന്തങ്ങൾക്കും ഉണ്ട്. ഇതിലേതാ ശരിയായിട്ടുള്ള സിദ്ധാന്തം നമുക്കറിയില്ല. അപ്പം ചിലർ പറയും സൈക്ലിക് കോസ്മോളജിയാണ്, യൂണിവേഴ്സിന് ഒരു തുടക്കമില്ല പക്ഷെ ഇൻഫിനിറ്റ് ആണെന്ന് പറയും. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ചില സിദ്ധാന്തങ്ങൾ പറയും യൂണിവേഴ്സിന് ആക്ച്വലി ഒരു തുടക്കം ഉണ്ടായിരുന്നു, ബിഗ് ബാങ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടായിരുന്നു, ആ ഇവന്റ് ആണ് പ്രപഞ്ചത്തിന്റെ തുടക്കം, അതാണ് സമയത്തിന്റെ തുടക്കം. അങ്ങനെ സിദ്ധാന്തങ്ങളുണ്ട്. ഇതെല്ലാം മാത്തമാറ്റിക്കലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ഈ സിദ്ധാന്തങ്ങളുടെ എവിടെയും ദൈവം എന്നുള്ള കാര്യം കടന്നു വരുന്നില്ല. അതായത് അതിൻ്റെ അർത്ഥം ദൈവം എന്നുള്ള ഐഡിയ ഇല്ലാതെ തന്നെ ലോജിക്കലായിട്ടുള്ള സിദ്ധാന്തങ്ങൾ പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഈ സിദ്ധാന്തം മുഴുവൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ബട്ട് ഇറ്റ്സ് ലോജിക്കലി പോസിബിൾ. അതായത് ഗോഡ് ഈസ് നോട്ട് എ ലോജിക്കൽ നെസസിറ്റി. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ സയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വേൾഡ് വ്യൂ. ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ യൂണിവേഴ്സ് ആണ്, വേറെ എഫക്ട്സ് ദൈവം ആത്മാവ് എന്നിങ്ങനെയുള്ള വേറെ എഫക്ട്സ് ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയമാണ് ശരിക്കും സയൻസിന്റെ കൂടെ നമ്മളിലേക്ക് എത്തേണ്ടത്, സമൂഹത്തിലേക്ക് സയൻസിന്റെ കൂടെ എത്തേണ്ടത് ഈ ഒരു ആശയം കൂടെയാണ്. അതായത് നമ്മൾ ഡിസെൻചാൻറ്റ്മെന്റ് ഓഫ് നേച്ചർ എന്ന് പറയും. നേച്ചർ, നമ്മൾ യൂഷ്വലി നമ്മുടെ നേച്ചറിനെ കുറിച്ചുള്ള സംസാരത്തിൽ പല മാജിക്കൽ എലിമെന്റ്സും കടന്നു വരും. ദൈവം അല്ലെങ്കിൽ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതായത് ഒരു മാജിക്കൽ തിങ്കിങ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ സയൻസിന്റെ വിജയം യഥാർത്ഥത്തിൽ ഇതിനെ മറികടക്കേണ്ടതായിരുന്നു, മാജിക്കൽ തിങ്കിങ്ങിനെ റീപ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. അതായത് ഇത് നമ്മുടെ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റ് വളരെ ഇൻകംപ്ലീറ്റ് ആണ്. അതായത് നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ ഈ സയൻസിന്റെ എല്ലാ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും അതിന്റെ എല്ലാ ടെക്നോളജിക്കൽ ഔട്ട്കംസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ സയൻസ് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ നമ്മുടെ ചിന്താരീതിയുടെ ഭാഗമായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ ടോക്ക് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് ഇന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ കണ്ടത്, ഇത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റ്. ഇത് ഇന്ന് കണ്ടാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു മേശയൊക്കെ ഇട്ടിട്ട് അയ്യപ്പ വിഗ്രഹത്തിന്റെ ഒരു ചിത്രമൊക്കെ വെച്ച് അവിടെ പൂജിക്കുന്ന ഒരു ഇതാണ് എന്താ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പബ്ലിക് പ്ലേസിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതായത് സയൻസ് ഇത്രയൊക്കെ ഡെവലപ്പായിട്ട് നമ്മൾ ഇത്രയൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. ചില സമൂഹങ്ങളിൽ കൂടുതൽ കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ യൂറോപ്യൻ സമൂഹങ്ങളിലൊക്കെ പല സ്ഥലത്ത് കൂടുതൽ കംപ്ലീറ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് എന്തുകൊണ്ടോ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലൊരു കാരണം ഈ പോസ്റ്റ് മോഡേൺ ചിന്താഗതികൾ പലതും വന്നിട്ടുണ്ട്. സയൻസിന്റെ മെത്തേഡിനെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ സയൻസിന്റെ ഐഡിയോളജി അല്ലെ സയൻസ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രചരിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ പോസ്റ്റ് മോഡേൺ ആശയങ്ങളാണ് പ്രചരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഇവിടെയുള്ള എന്താ പറയുക ഹിന്ദുത്വ എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഇത് ശരിക്കും വല്ലാതെ മുന്നോട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ സയൻസ് മനസ്സിലാക്കുമ്പോൾ ചെയ്യേണ്ടത് സയൻസിന്റെ തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മതബോധങ്ങളെയും പാരമ്പര്യവാദങ്ങളെയും
വിമർശനാത്മകമായിട്ട് സമീപിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ച നേരെ മറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള മത ആശയങ്ങളെയും പാരമ്പര്യവാദങ്ങളെയും തത്വശാസ്ത്രങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് സയൻസിനെ അതിന് അനുരൂപമായിട്ട് മാറ്റിയെടുക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള എൻലൈറ്റൻമെന്റ് സംഭവിച്ചിട്ടുള്ളത്. കൗണ്ടർ എൻലൈറ്റൻമെന്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുത്വമാണല്ലോ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ ഹിന്ദുത്വ പറയുന്നത് അവരുടെ ആശയം ഇതാണ്. ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ തന്നെയാണ്. പക്ഷെ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിയമങ്ങളെ ഞങ്ങളുടെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹിന്ദുത്വയുടെ ചില തത്വശാസ്ത്ര നിയമങ്ങൾ ഇതിനെയും കൂടെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവർ പറയുന്ന ഈ സോഷ്യൽ, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റിയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെയും കൂടെ നിയമങ്ങളാണ്. സൊസൈറ്റിയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള നിയമങ്ങൾ പ്രാപഞ്ചിക നിയമങ്ങളുടെ തന്നെ ഭാഗമാണ് എന്നെല്ലാമാണ് ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഒരു ക്വാണ്ടം ഫിസിക്സ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മുടെ വേദാന്തത്തിൽ പറയുന്ന അതേ കാര്യമാണ്. അതുകൊണ്ട് വേദാന്തം, വേദം എന്നൊക്കെ പറയുന്നത്, ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ തന്നെ നിയമമാണ്. ആ നിയമം അനുസരിച്ച് വേണം നമ്മൾ സമൂഹത്തെ ഓർഗനൈസ് ചെയ്യാൻ. പറഞ്ഞു വരുന്നത് എന്താണ്? ജാതി വർണ്ണ വ്യവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ സമൂഹത്തെ ഓർഗനൈസ് ചെയ്യാൻ എന്നാണ്. എന്ന് മാത്രമല്ല അത് പ്രാപഞ്ചിക നിയമം ആണ് എന്നുകൂടിയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവിടെ സയൻസിന് ഉപയോഗിക്കുന്നത് ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ കൂടെ കൂടുതൽ പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത് ഈ ആശയങ്ങളെ തള്ളിക്കളയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് മീരാനന്ദയുടെ ദ പ്രോഫിറ്റ്സ് ഫേസിങ് ബാക്ക്വേർഡ്സ് എന്നുള്ളതിലൊരു കോട്ടാണ്. ഈ പുസ്തകം ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. കാരണം ഈ കൗണ്ടർ എൻലൈറ്റൻ മൂവ്മെന്റിനെ എല്ലാ ഡയറക്ഷനിൽ നിന്നും മീരാനന്ദ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡയറക്ഷനിൽ നിന്ന് അതിനെ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, അല്ലെ സയൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിന്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഡിസ്എൻചാന്റ്മെന്റ് ഓഫ് നേച്ചർ. മാജിക്കലായിട്ടുള്ള എലിമെന്റ്സിനെ നമ്മുടെ നേച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ ബോധത്തിൽ നിന്ന്, നമ്മുടെ പൊതുബോധത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട സമയം അതിക്രമിച്ചു. സയൻസ് അത് ചെയ്യേണ്ടതാണ്, നമ്മുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. അപ്പൊ അതിൽ പല കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയിൽ മീരാനന്ദ പറയുന്ന ഒരു കാര്യം കൂടെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം. ഡിസെൻചാന്റ്മെന്റ് റിക്വയേഴ്സ് ആൻ ആക്റ്റീവ് ആൻഡ് ഇന്റൻഷണൽ ട്രാൻസ്ലേഷൻ ബൈ സയന്റിസ്റ്റ്സ്, ഹ്യൂമനിസ്റ്റ്സ്, ഫിലോസഫേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് ഡിസ്കവറീസ് into a language of everyday life for ordinary people. അതായത് സയന്റിഫിക് ഫാക്ട്സും സയൻസിന്റെ മെത്തേഡും അതിന്റെ കൺക്ലൂഷൻസും നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യുക്തിവാദിയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതും യുക്തിവാദിയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആണ്. ഡിസെൻചാന്റ്മെന്റ് ഓഫ് നേച്ചർ എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.